ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ജീവനൊടുക്കിയ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ ശ്യാംകുമാറിന് ജന്മനാട് കണ്ണീരോടെ യാത്രാമൊഴിയേകി. വൈക്കത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള അധ്യാപകരും സഹപ്രവർത്തകരുമടക്കം നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കാനായെത്തി. ഉദയനാപുരം അക്കരപ്പാടം കയർ വ്യവസായ സഹകരണ സംഘത്തിന് സമീപത്തെ കടവിൽ നിന്നാണ് ശ്യാംകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്യാംകുമാറിന്റെ മൃതദേഹം ജോലി ചെയ്തിരുന്ന വൈക്കം AEO ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. വൈക്കത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള അധ്യാപകരും സഹപ്രവർത്തകരുമടക്കം നിരവധി പേർ അന്ത്യോപചാരം അർപ്പിച്ചു. തുടർന്ന് വൈക്കം കുലശേഖരമംഗലത്തെ വീട്ടിൽ മൃതദേഹം എത്തിച്ചപ്പോൾ പ്രദേശവാസികളും സുഹൃത്തുക്കളുമടക്കം നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. ശ്യാംകുമാറിന്റെ ഭാര്യ ദീപ, 7ാം ക്ലാസ് വിദ്യാർത്ഥികളായ 3 മക്കളും ശ്യാംകുമാറിന്റെ ചേതനയറ്റ ശരീരം മുന്നിലെത്തിയപ്പോൾ ഹൃദയം തകർന്ന് വിതുമ്പിയത് കണ്ടുനിന്നവരുടെയും മിഴികളിൽ നനവു പടർത്തി. വീട്ടുവളപ്പിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം. AEO ഓഫീസിൽ സീനിയർ സൂപ്രണ്ടായ ശ്യാംകുമാറിന് 2 മാസം മുൻപാണ് AEOയുടെ ചുമതല കൂടി ലഭിച്ചത്. ജോലിയിലെ സമ്മർദ്ദം ശ്യാംകുമാറിന് പിരിമുറുക്കമുണ്ടായിരുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, വൈക്കം. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.